തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. സന്നിധാനത്തെ ഡോണർ ഹൌസിലെ റൂം പൂട്ടിയ സംഭവം ഗൗരവതരം, പ്രത്യേക പരിഗണന ആർക്കും പാടില്ലെന്ന് പറഞ്ഞതല്ലേ എന്നും കോടതിയുടെ ചോദ്യം. ദേവസ്വം ബോർഡിന്റെ സമീപനം അംഗീകരിക്കാനാകില്ലെന്നും കോടതി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. ഡോണർ റൂം അത് കൈവശം വെക്കുന്നതിൽ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ്. അതായത് ഡോണർ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അധിക നാളുകൾ ഈ ഡോണർമാർക്ക് തന്നെ ഈ റൂം കൈവശം വെക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇക്കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളും കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ശബരിമല സന്നിധാനത്തെ 17-ാം നമ്പർ ഡോണർ റൂം അത് പൂട്ടിക്കിടക്കുന്ന ഒരു സംഭവം ഹൈക്കോടതി പരിഗണിച്ചത്. നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ് ഈ ഡോണർ റൂമും കൈവശം വയ്ക്കുന്നതിനാണെങ്കിലും മറ്റ് കാര്യങ്ങളിലാണെങ്കിലും പ്രത്യേക പരിഗണന ആർക്കും നൽകരുത് എന്നുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ഡോണർ തന്നെ, അതായത് ഗുജറാത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാംസൺ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഈ ഡോണർ റൂം കൈവശം വെച്ചിരുന്നത്. ഇവരാണ് ഈ റൂം പൂട്ടിക്കൊണ്ടുപോയത്. ഇത്തരത്തിൽ ഈ നേരത്തെ തന്നെ ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ച സമയത്ത് കൃത്യമായിട്ടുള്ള നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് പറഞ്ഞിരുന്നു അറിയിക്കാനായിട്ട്. പക്ഷെ ഇന്ന് ഈ വിഷയം പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചത് ഇപ്പോഴും ഇന്നും പൂട്ടിക്കിടക്കുകയാണോ എന്നായിരുന്നു. അപ്പൊ അതിന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ മറുപടി നൽകിയത് പൂട്ടിയിട്ട നിലയിൽ തന്നെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതായിരുന്നു. അതിലുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ സമീപനത്തിലാണ് ഹൈക്കോടതി വിമർശന ഭാഷയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഭക്തർക്ക് കിടക്കാൻ വിരിവെക്കാനായിട്ട് പലയിടത്തും സ്ഥലമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഈ ഡോണർ റൂം പൂട്ടിക്കൊണ്ട് ഡോണർ തന്നെ പോയ ഒരു സാഹചര്യം. ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൃത്യവിലോപം കാട്ടിയിട്ടുണ്ട്. നേരത്തെയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുകൾ അത് പാലിക്കുവാനായിട്ട് ദേവസ്വം ബോർഡ് അധികൃതർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഹൈക്കോടതി വിമർശിച്ചിട്ടുള്ളത്. വിഷയം ഗൗരവകരമാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള വിശദീകരണം നൽകാനായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സമീപനം അത് യാതൊരു ഘട്ടത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഈ വിഷയം പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ സാവകാശം തേടുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം സന്നിധാനത്തെ ഫ്ലൈ ഓവറിൽ നിന്ന് ഒരു അയ്യപ്പ ഭക്തൻ താഴേക്ക് ചാടി മരിച്ചിരുന്നു. ഈ സംഭവത്തിലും പോലീസിനോട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ അത് ദിനം പ്രതി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ആ വിഷയങ്ങൾ പരിഗണിച്ച സമയത്താണ് ഈ ഡോണർ റൂം സംഭവത്തിലും അപകടം സംബന്ധിച്ചുള്ള കാര്യത്തിലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായത്. രോഹിണി. ശരി രേഷ്മ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. സന്നിധാനത്തെ ഡോണർ ഹൌസിലെ റൂം പൂട്ടിയ സംഭവം ഗൗരവതരം, പ്രത്യേക പരിഗണന ആർക്കും പാടില്ലെന്ന് പറഞ്ഞതല്ലേ എന്നും കോടതിയുടെ ചോദ്യം. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.